friends, welcome to TI Solutions. Here we are discussed about the topic price list in Zoho Books. പ്രൈസ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഐറ്റത്തിൻ്റെ നമുക്ക് കസ്റ്റം റേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് നമുക്ക് കസ്റ്റം റേറ്റ് ചെയ്യാൻ പറ്റുന്നതിനാണ് പ്രൈസ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ആ കസ്റ്റം റേറ്റ് ചെയ്യാൻ പറ്റുന്നത് റീസൺ ഒന്നെങ്കിൽ സീസണൽ ഡിസ്കൗണ്ട് വെച്ചായിരിക്കാം, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ടു ലോയൽ കസ്റ്റമേഴ്സ് വെച്ചിട്ട് നമുക്ക് സെയിൽസിൽ നമുക്ക് ഓരോ ഐറ്റത്തിനും പ്രൈസ് ലിസ്റ്റ് ചെയ്യാം. വെൻഡേഴ്സിൻ്റെ കേസിൽ നമുക്ക് പർച്ചേസിലും പ്രൈസ് ലിസ്റ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഐറ്റം മൊഡ്യൂളിൽ പ്രൈസ് ലിസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ ന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ന്യൂ പ്രൈസ് ലിസ്റ്റ് വിൻഡോ ഓപ്പൺ ആയി. അതിൽ നമ്മൾ നെയിം ചൂസ് ചെയ്യണം. നെയിം പ്രൈസ് ഡിസ്കൗണ്ട് ടൈപ്പ് ചെയ്യാം. നമുക്ക് സെയിൽസിലാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സെയിൽസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഓൾ ഐറ്റം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഐറ്റത്തിനും മാർക്കപ്പിലും മാർക്ക് ഡൗണിലും റേറ്റ് വേരി ചെയ്യാനായിട്ട് പറ്റും. അതിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അല്ലെങ്കിൽ പ്രൈസ് ഡിസ്കൗണ്ടിങ് വേരിയേഷൻസ് ഓർ സീസണൽ പർച്ചേസ് അങ്ങനെയായിട്ട് നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഇനിയും പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മാർക്കപ്പിലും മാർക്ക് ഡൗണിലും നമുക്ക് 2% അങ്ങനെ പെർസെൻറ്റേജ് വെച്ച് നമുക്ക് ഡിസ്കൗണ്ട് സെറ്റ് ചെയ്യാം. റൗണ്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നെവർ മൈൻഡ് ആയാലും മതി. ഇനി നമുക്ക് ഇൻഡിവിജ്വൽ ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ഐറ്റത്തിലും നമുക്ക് പ്രൈസ് ലിസ്റ്റ് ചെയ്യാം. സ്പെസിഫിക് ആയിട്ട് ഓരോ ഐറ്റത്തിൻ്റെ മാത്രമായിട്ട് നമുക്ക് പ്രൈസ് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനാണ് ഇൻഡിവിജ്വൽ ഐറ്റം. അതിൽ നമുക്ക് യൂണിറ്റ് പ്രൈസ് ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും, വോളിയം പ്രൈസിലും സെറ്റ് ചെയ്യാം. യൂണിറ്റ് പ്രൈസ് എന്ന് പറയുമ്പം ഓരോ യൂണിറ്റിലും വരുന്ന വേരിയേഷനിൽ നമുക്ക് സെറ്റ് ചെയ്യുക. വോളിയം പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 10 പ്രൊഡക്ട്സ് ആണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ 10 പ്രൊഡക്ട്സിന് മാത്രമായിട്ട് ₹1 സെറ്റ് ചെയ്ത് വയ്ക്കുക. നമ്മൾ 15 പ്രൊഡക്ട്സ് ആണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ 15 പ്രൊഡക്റ്റിനും ₹2 വെച്ചോ ₹5 വെച്ചോ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ വോളിയത്തിൻ്റെ അനുസരിച്ചുള്ള പ്രൈസ് വേരിയേഷൻസ് ആണ് നമുക്ക് വോളിയം പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഇത് തന്നെ പർച്ചേസിനും ഈ ഒരു സെയിം കാറ്റഗറൈസേഷനാണ് വരുന്നത്. നമ്മളിപ്പോൾ 10 പ്രൊഡക്ട്സ് ആണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ 10 പ്രൊഡക്ട്സിന് മാത്രമായിട്ട് ₹1 സെറ്റ് ചെയ്ത് വയ്ക്കുക. നമ്മൾ 15 പ്രൊഡക്ട്സ് ആണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ 15 പ്രൊഡക്റ്റിനും ₹2 വെച്ചോ ₹5 വെച്ചോ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ വോളിയത്തിൻ്റെ അനുസരിച്ചുള്ള പ്രൈസ് വേരിയേഷൻസ് ആണ് നമുക്ക് വോളിയം പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഇത് തന്നെ പർച്ചേസിനും ഈ ഒരു സെയിം കാറ്റഗറൈസേഷനാണ് വരുന്നത്. സെയിൽസിൽ എങ്ങനെയാണെന്ന് നോക്കാം. സെയിൽസിൽ വോളിയം പ്രൈസിൽ വരുന്നത് നമ്മളൊരു ഐറ്റം ചൂസ് ചെയ്യുക. ഈ ഐറ്റത്തിന് നമ്മൾ സെയിൽ റേറ്റ് വന്നിരിക്കുന്നത് ₹200 ആണ്. അതിൽ സ്റ്റാർട്ടിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു 20 ക്വാണ്ടിറ്റി തൊട്ട് ഒരു 60 ക്വാണ്ടിറ്റി വരെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ₹100 ഈ ഐറ്റം കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഓരോ ഐറ്റത്തിനായിട്ട് ഇപ്പോൾ പെന്ന് ₹50 ആണ്. നമുക്കിവിടെ റേഞ്ചായിട്ട് ഒരു 5 ക്വാണ്ടിറ്റി തൊട്ട് ഒരു 30 ക്വാണ്ടിറ്റി വരെ മേടിക്കുന്ന സമയത്ത് നമുക്കത് ₹10 കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഓരോ റേഞ്ച് വെച്ച് നമുക്കിതിനെ ചാർട്ട് ചെയ്യുന്നതിനെയാണ് വോളിയം പ്രൈസിംഗ് എന്ന് പറയുന്നത്. അത് പർച്ചേസിലും പറ്റും, സെയിൽസിലും പറ്റും, ഓരോ ഐറ്റംസിലെ വെച്ച്. ഇനിയാണ് നമ്മൾ പ്രൈസ് ലിസ്റ്റ് ചെയ്യുന്നത്. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം പ്രൈസ് ഡിസ്കൗണ്ട് എന്നും പറഞ്ഞ് നമ്മളുടെ ഈ പ്രൈസ് ലിസ്റ്റ് സേവ്ഡായി. ഓക്കെ.